രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. പാർട്ടികൾ, മുന്നണികൾ അതിൻ്റെ പ്രാരംഭ ഒരുക്കത്തിലാണ്. സീറ്റ് വിഭജനം, മുന്നണി ധാരണ, ഇതിലൂടെ രാജ്യം കടന്നു പോവുകയാണ്. വിശേഷിച്ച് കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കും നമ്മുടെ മുന്നണികളിലേക്കും വന്നാൽ കാര്യമായ സീറ്റ് വിഭജനത്തിൻ്റെതായ വലിയ തർക്കങ്ങൾ ഇല്ലാത്ത വിധമാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അത് കഴിഞ്ഞാൽ സ്ഥാനാർത്ഥികളെ കണ്ടെത്തുക എന്ന ഒരു പൊതു രാഷ്ട്രീയ പരിസരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ നേതാക്കൾ സ്ഥാനാർത്ഥികളെ മനസ്സിൽ കാണുമ്പോൾ ഞങ്ങളത് ജനങ്ങളുമായി സംസാരിക്കുകയാണ്, പ്രേക്ഷകരുമായി സംസാരിക്കുകയാണ്. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങൾ, ആരൊക്കെയാകും സ്ഥാനാർത്ഥികൾ, അതിൻ്റെ സാധ്യതകൾ, സാധ്യതാ പട്ടിക, ഇതുമായി ബന്ധപ്പെട്ട വിവിധ പേരുകൾ, അതുമായി ബന്ധപ്പെട്ട വിദഗ്ധരടങ്ങുന്ന ഒരു പാനലിലൂടെ ചർച്ച ചെയ്യുകയാണ്. ആരാകും സ്ഥാനാർത്ഥികൾ? പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ സജീവൻ എന്നിവരാണ് ഞങ്ങൾക്കൊപ്പം ചേരുന്നത്. എനിക്കൊപ്പം ന്യൂസ് 18 കേരളത്തിൻ്റെ എഡിറ്റർ രാജീവ് ദേവരാജും അതുപോലെ ഇൻപുട്ട് എഡിറ്റർ TJ ശ്രീലാലും ചേരുന്നു. ആരാകും കേരളത്തിൻ്റെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ, മുന്നണികളെ പ്രതിനിധീകരിക്കുന്ന സ്ഥാനാർത്ഥികൾ? സാധ്യതാ പട്ടിക മുൻനിർത്തിയുള്ള മണ്ഡലങ്ങൾ തിരിച്ചുള്ള പരിശോധനയാണ് വരുന്ന മണിക്കൂറുകളിൽ പ്രേക്ഷകർ, ജനങ്ങൾ കാണാൻ പോകുന്നത്. ആരാകും സ്ഥാനാർത്ഥി? ഏറ്റവും ഒടുവിൽ നമ്മളിപ്പോൾ കണ്ടത് കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതരായ കുട്ടികളുടെ അമ്മമാരുടെ സമര ചരിത്രമാണ്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, കാസർഗോഡിന് വലിയ പരിഗണന കേരളത്തിൻ്റെ പൊതുവികസന രാഷ്ട്രീയ പരിശോധനകൾ ലഭിക്കാറില്ല. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള കാസർഗോഡ് നിന്നുമാണ് ഈ ചർച്ച, ഈ ആലോചന, ഈ വർത്തമാനം ആരംഭിക്കുന്നത്. കാസർഗോഡ് കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള മണ്ഡലം. മഞ്ചേശ്വരം, കാസർഗോഡ്, ഉദുമ, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ, പയ്യന്നൂർ, കല്യാശ്ശേരി എന്നീ നിയോജക മണ്ഡലങ്ങൾ അടങ്ങുന്നതാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലം. UDFന് വിജയിക്കാൻ കഴിഞ്ഞത് 3 തവണ മാത്രമാണ്. AKG 3 തവണ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. EK നയനാർ കടന്നപ്പള്ളി രാമചന്ദ്രനോട് 77-ൽ തോറ്റ മണ്ഡലമാണ്. രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു വലിയ ചരിത്രം കുറിച്ച മണ്ഡലമാണ്. നയനാരുടെ തോൽവി, നയനാരെ അട്ടിമറിച്ച കടന്നപ്പള്ളി. ആ കടന്നപ്പള്ളിയിൽ നിന്ന് ഇടതുമുന്നണി മന്ത്രിയായി ഈ പിണറായി മന്ത്രിസഭയിൽ ഇരിക്കുകയാണ്. ഇതാണ് കാസർഗോഡിൻ്റെ ഒരു മുൻ ചരിത്രത്തിൽ നിന്നുകൊണ്ട് വളരെ ചുരുക്കി പറയാവുന്നത്. വേഗത്തിൽ ഇനി 2014-ലെ തെരഞ്ഞെടുപ്പ് ഫലത്തിലേക്ക് പോയാൽ P കരുണാകരനാണ് MP. CPMൻ്റെ സമുന്നതനായ നേതാവ് P കരുണാകരൻ. വളരെ ചെറിയ ഭൂരിപക്ഷം മാത്രമാണ് കഴിഞ്ഞ തവണ ശക്തമായ മത്സരത്തിൽ സിദ്ദിഖിനോടും K സുരേന്ദ്രനോടും മത്സരിച്ച P കരുണാകരൻ നേടിയത് 6921 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രം. ഈ നിലയിൽ നിന്നുകൊണ്ട് കാസർഗോഡിൻ്റെ സ്ഥാനാർത്ഥി ആരാകുമെന്ന പരിശോധന വളരെ ശ്രദ്ധേയമാണ്. കാരണം 3 മുന്നണികൾക്കും സ്ഥാനാർത്ഥി മാറ്റം സാധ്യമാകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ന് കാസർഗോഡ് നിൽക്കുന്നു. അതിനനുസരിച്ച് പുതിയ സ്ഥാനാർത്ഥികൾ വരുമോ, നിലവിൽ മത്സരിച്ചവർ വീണ്ടും ഏറ്റുമുട്ടുമോ എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ കാസർഗോഡിൻ്റെ രാഷ്ട്രീയ വർത്തമാനത്തെ കൂടുതൽ പ്രസക്തമാക്കുന്നുണ്ട്. രാജീവ്, കാസർഗോഡിനെ സംബന്ധിച്ച് ഈ രാഷ്ട്രീയ ചരിത്രത്തിൽ നിന്നുകൊണ്ട് ഇത്തവണത്തെ സാധ്യതാ പട്ടികയിലേക്ക് നമ്മൾ പോയാൽ ശരത്, ഇപ്പോൾ കാസർഗോഡ് മണ്ഡലത്തിൻ്റെ കാര്യം പറയുമ്പോൾ എപ്പോഴും ഇടതുമുന്നണിക്ക് ഒരു മേൽക്കൈ ഉള്ള മണ്ഡലമാണ്, പ്രത്യേകിച്ച് CPM. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അത് വളരെ വ്യക്തവുമാണ്. UDF ഒരുപക്ഷെ കാസർഗോഡിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മണ്ഡലത്തെക്കുറിച്ചോ ആലോചിക്കുമ്പോൾ ഏതാണ്ട് എഴുതിത്തള്ളിയ മട്ടിലാണ് അവർ സ്ഥാനാർത്ഥിത്വവും ഒക്കെ, അല്ലെങ്കിൽ ആരാകണം സ്ഥാനാർത്ഥി തുടങ്ങിയ കാര്യങ്ങൾ ആലോചിക്കുന്നതും ഒക്കെ, സ്ഥാനാർത്ഥിയെ അന്വേഷിക്കുന്നതും. പക്ഷേ ഇത്തവണ ഒരു വ്യത്യാസമുണ്ട്. 3ാം സീറ്റിൽ ലീഗ് കണ്ടുവച്ചത് കാസർഗോഡ്. അതെ, അത് കഴിഞ്ഞ പ്രാവശ്യവും അത്തരത്തിലുണ്ടായിട്ടുണ്ട്. പക്ഷേ BJP വലിയ പ്രതീക്ഷകളോടെയാണ് കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകളായിട്ട് കാസർഗോഡിനെ കാണുന്നതും വലിയ മത്സരം കാഴ്ചവെക്കുന്നതും BJP വലിയ രീതിയിൽ തന്നെയാണ്. ഏതായാലും ഇത്തവണയും കാസർഗോഡ് സ്ഥാനാർത്ഥികൾ ശരത്ത് പറഞ്ഞതുപോലെ തന്നെ 3 പേരും ഒരുപക്ഷെ പുതിയ സ്ഥാനാർത്ഥികളെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ തവണ, അതിന് മുമ്പത്തെ തവണയേക്കാൾ P കരുണാകരൻ്റെ ഒരു ജനസമിതിയിലുള്ള കുറവുണ്ടായതും അദ്ദേഹം വീണ്ടും തുടർന്നു നിൽക്കുന്നതിൽ അവിടെ പാർട്ടി ഘടകങ്ങൾക്ക് തന്നെ എതിർപ്പുണ്ടായതും ഒക്കെയാണ് ഒരുപക്ഷെ ഭൂരിപക്ഷം ഇത്ര കുറയാൻ കാരണം. അതുപോലെ തന്നെ സിദ്ദിഖ് നല്ല മത്സരമാണ് കൊടുത്തത്. ഏതായാലും ഇത്തവണ P കരുണാകരൻ രംഗത്ത് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. CPMനെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു സ്ഥാനാർത്ഥി വേണം. അതേപോലെ കോൺഗ്രസിനും ഒരു പുതിയ സ്ഥാനാർത്ഥിയെ അവർ അന്വേഷിച്ചുകൂടായികയില്ല. ഈ മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് നൂലാമാലകളൊക്കെ കിടക്കുന്നതുകൊണ്ട് സുരേന്ദ്രന്റെ കാര്യത്തിലും ഉറപ്പില്ല. അങ്ങനെ ഒരു പുതുനിര അവിടെ സ്ഥാനാർത്ഥി രംഗത്തേക്ക് ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. ശ്രീലാൽ, നമ്മളേതായാലും ഈ നേതാക്കളുടെ മനസ്സിലിരിക്കുന്ന പേരുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്.
തീർച്ചയായും ഇത്തവണ കാസർഗോഡ് പുതിയ സ്ഥാനത്ത് തന്നെയായിരിക്കും. കാരണം രാജീവ് ചൂണ്ടിക്കാട്ടിയതുപോലെ മൂന്ന് പേരും പുതിയ സ്ഥാനത്തിലായിരിക്കും. ഈ സിദ്ദിഖിന് എന്തായാലും കാസർഗോഡേക്ക് പോകാൻ താല്പര്യം ഇല്ല എന്ന് തന്നെയാണ് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. കെ സുരേന്ദ്രന് മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പിൽ വിധി വരികയും ഈ തെരഞ്ഞെടുപ്പിനൊപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം മഞ്ചേശ്വരം വരികയാണെങ്കിൽ അങ്ങനെ ഒരു നീക്കുപോക്ക് കോൺഗ്രസ് BJP മുന്നോട്ട് വച്ചിട്ടുമുണ്ട്. അതായത് സുരേന്ദ്രനെ ഒഴിവാക്കാനാണ് എന്നൊരു വിഭാഗം പറയുന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു നീക്കുപോക്ക് കൂടിയുണ്ട് ഇതിൻ്റെ അകത്ത്. അതുകൊണ്ട് തന്നെ മൂന്നുപേരും പുതിയ സ്ഥാനാർത്ഥികളെയും കാസർഗോഡ് ഒരു പക്ഷേ കേരളത്തിൽ ഏതെങ്കിലും തരത്തിൽ CPM കോൺഗ്രസിനെയോ കോൺഗ്രസ് CPM-നെ സഹായിക്കാൻ സാധ്യത ഉണ്ട് എങ്കിൽ BJP-യെ മാറ്റി നിർത്തുന്നതിന് അപ്പുറത്തു നിന്നുള്ള ഒരു സ്വാധീനം കൂടെ വെച്ച് നോക്കുമ്പോൾ സാധ്യതയുണ്ട് എങ്കിൽ അതിനുള്ള സാധ്യതയുള്ള സ്ഥലങ്ങളിലൊന്ന് കാസർഗോഡ്. ഏതായാലും ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കറിലേക്കും അതുപോലെ തന്നെ ശ്രീ സജീവനിലേക്കും വരുമ്പോൾ ഇത്തവണ സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകളെ കൂടി ഒന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് അടക്കം വെച്ചുകൊണ്ട് രാഷ്ട്രീയമായ പരിശോധനകളിൽ ലഭിക്കുന്ന വലിയ പരിഗണനയുള്ള പേരുകളാണ്. നേരത്തെ ഇടയിൽ ഇവിടെ വന്നതുപോലെ ഇടതുമുന്നണിയെ സംബന്ധിച്ച് പി കരുണാകരൻ മാറുന്നൊരു സാഹചര്യം വന്നാൽ ഏറ്റവും വലിയ സാധ്യതയായി പരിഗണിക്കുന്നത് ഒരു പേര് KP സതീഷ് ചന്ദ്രൻ്റേതാണ്. VPP മുസ്തഫ, MV ഗോവിന്ദൻ, CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, കേന്ദ്ര കമ്മിറ്റി അംഗം, CPM നേതൃനിരയിൽ നിന്ന് ആരെങ്കിലും മത്സരിക്കുന്ന പി കരുണാകരൻ മാറി വരുന്നൊരു സാഹചര്യമുണ്ടെങ്കിൽ P ജയരാജൻ, കണ്ണൂർ ജില്ലാ സെക്രട്ടറി P ജയരാജൻ ആ നിലകളിൽ പോകുന്നു. അതുപോലെ UDF-ലേക്ക് വന്നാൽ T സിദ്ദിഖ്, നിലവിൽ നല്ല മത്സരം കാഴ്ചവെച്ച സിദ്ദിഖിനെ വീണ്ടും രംഗത്തിറക്കുമോ എന്ന ചോദ്യമുണ്ട്. കാസർഗോഡ് ജില്ലാ സെക്രട്ടറി കൂടിയായ സതീഷ് ചന്ദ്രൻ, അതുപോലെ തന്നെ ജില്ലയിൽ ഏറ്റവും ശ്രദ്ധേയനായ നേതാവ് VPP മുസ്തഫ, MV ഗോവിന്ദൻ, P ജയരാജൻ എന്നീ പേരുകൾ LDF സാധ്യതാ പട്ടികയിൽ, ആലോചനാ പട്ടികയിൽ വലിയ പരിഗണന ലഭിക്കുന്നു. ഇതിൽ P ജയരാജൻ സ്വാഭാവികമായും കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ്, പ്രവർത്തനങ്ങളെ കേന്ദ്രീകരിക്കാൻ വലിയ ഉത്തരവാദിത്തമുള്ള നേതാവാണ്. പക്ഷേ മണ്ഡലം നിലനിർത്തുക എന്ന് ഓരോ സീറ്റും വളരെ നിർണായകമാണെന്നൊരു ഘട്ടത്തിലാണ് വലിയ പേരുകൾക്ക് വലിയ സാധ്യത കൽപ്പിക്കുന്നത്. ഒരു പേരും തള്ളിക്കളയാനാകാത്ത വിധം ഒരു മത്സരം CPM നടത്താൻ ശ്രമിച്ചാൽ, മണ്ഡലം നിലനിർത്താൻ ശ്രമിച്ചാൽ ഈ പേരൊന്നും ഒട്ടും അപ്രസക്തമാവില്ല. UDF-ലേക്ക് നേരത്തെ പറഞ്ഞ പോലെ സിദ്ദിഖുണ്ട്. കഴിഞ്ഞ തവണ മത്സരിച്ച സിദ്ദിഖ്, KP കുഞ്ഞിക്കണ്ണൻ, K മുരളീധരനുമായി വളരെ വലിയ ബന്ധമുള്ള ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് നിന്ന KP കുഞ്ഞിക്കണ്ണൻ, കാസർഗോഡിൻ്റെ DCC പ്രസിഡന്റ് ഹക്കിം കുന്നിൽ, സുബ്ബയ്യറെ രാമറയുടെ മകൻ, അങ്ങനെ ഒരു പട്ടികയാണ്, ഒരു ആലോചന കോൺഗ്രസിൽ വളരെ സജീവമായി നിൽക്കുകയാണ്. BJP-യെ സംബന്ധിച്ച് മുമ്പ് സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ തവണ മത്സരിച്ച K സുരേന്ദ്രൻ 1,70,826 വോട്ടുകളാണ് അന്ന് നേടിയത്. ആ നിലയിൽ സുരേന്ദ്രൻ വീണ്ടും സ്ഥാനാർത്ഥിയാകുമോ? അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച K ശ്രീകാന്ത് എന്ന പേര്, ശക്തമായ മത്സരമാണ് ശ്രീകാന്ത് അന്ന് കാഴ്ചവെച്ചത്. ആ നിലകളിലുള്ള പേരുകാരാണ് BJP-യുടെ പട്ടികയിൽ ഇപ്പോൾ വന്നിട്ടുള്ളത്. ശ്രീ ജയശങ്കർ, കാസർഗോഡ് അതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം, മണ്ഡലം പിടിക്കുക, നിലനിർത്തുക, വിജയം നേടാനാകുമോ എന്ന് പരിശോധിക്കുക എന്ന നിലയിൽ മൂന്ന് മുന്നണികളെ സംബന്ധിച്ചും വളരെ നിർണായകമല്ലേ, വളരെ പ്രാധാന്യമുള്ളതല്ലേ? ആ നിലയിൽ സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ളൊരു മനസ്സിലിരിപ്പ് എങ്ങനെയാകാം പാർട്ടികൾക്ക്, നേതാക്കൾക്ക്? കാസർഗോഡ് CPM-ന് മേൽക്കോയ്മയുള്ള, ഇടതുപക്ഷത്തിന് മേൽക്കോയ്മയുള്ള ഒരു മണ്ഡലമാണെന്ന് പറയുമ്പോൾ തന്നെ അതിലെ രണ്ട് അസംബ്ലി സെഗ്മെന്റ്സിൽ UDF ഒന്നാം സ്ഥാനത്തും BJP രണ്ടാം സ്ഥാനത്തും വരുന്ന കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ ഒരുപാട് തെരഞ്ഞെടുപ്പുകളായിട്ട് കാണുന്നത്. പ്രത്യേകിച്ച് ഈ സപ്തഭാഷാ സംഗമ ഭൂമി എന്ന് പറയുന്ന കാസർഗോഡ് മഞ്ചേശ്വരം പ്രദേശത്ത് തുളു, കന്നഡ, മറ്റ് ഭാഷകളൊക്കെ സംസാരിക്കുന്ന ഒരുപാട് ആളുകളുള്ള പ്രദേശത്ത് അത് ശരിക്കും കർണാടകത്തിൻ്റെ ഒരു തുടർച്ചയാണ്. മംഗലാപുരത്തിൻ്റെ വടക്കൻ കർണാടകത്തിൻ്റെ തെക്കൻ കർണാടകത്തിൻ്റെ ഒരു തുടർച്ചയാണ് നമ്മുടെ വടക്കൻ കേരളം. സ്വാഭാവികമായിട്ടും അവിടെ BJP വളരെ ശക്തമാണ്, മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികൾ വളരെ ശക്തമാണ്, CPM-ന് കുറച്ച് ദൗർബല്യമുള്ള പ്രദേശമാണ്. മറ്റ് 5 അസംബ്ലി സെഗ്മെൻറ്റ്സിലും ഇടതുപക്ഷം വളരെ പ്രബലമാണ്. കഴിഞ്ഞ തവണ വളരെ ശക്തമായ മത്സരമായിരുന്നു. സിദ്ദിഖ് ജയത്തിൻ്റെ വളരെ അടുത്ത് വരെ എത്തി. അതുകൊണ്ടുകൂടിയാണ് ഇത്തവണ ഈ പ്രായവും അനാരോഗ്യവും പരിഗണിച്ച് P കരുണാകരനെ മാറ്റിയേക്കും എന്ന ഒരു ശ്രുതി ഉള്ളത്. അവിടെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ ഫീൽഡ് ചെയ്യേണ്ട ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതേസമയത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഇത് വളരെ കാലമായിട്ട് എഴുതി തള്ളിയ ഒരു മണ്ഡലമായിരുന്നു. മുമ്പൊരിക്കൽ രാമറായി വിജയിച്ച് ഒഴിച്ചാൽ, അല്ലെങ്കിൽ വളരെ പണ്ട് നമ്മുടെ കടന്നപ്പള്ളി രാമേന്ദ്രൻ 2 തവണ ജയിച്ച് ഒഴിച്ചാൽ, അങ്ങനെ കാസർഗോഡ് കോൺഗ്രസ് ശക്തമായൊരു മത്സരത്തിന് പലപ്പോഴും കൂട്ടാക്കിയിരുന്നില്ല. കഴിഞ്ഞ തവണയാണ് അവർ സിദ്ദിഖിനെ പോലെ ഒരു യുവ പോരാളിയെ നിർത്തി വളരെ ശക്തമായൊരു മത്സരം ഉണ്ടാക്കി. സിദ്ദിഖ് ഒരു പക്ഷേ ജയിക്കുമായിരുന്നു. ആ ജയത്തിൻ്റെ വളരെ അടുത്തുവരെ എത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. അപ്പോൾ ഇത്തവണ കോൺഗ്രസ് ശക്തനായ ഒരു സ്ഥാനാർത്ഥി അവിടെ അവതരിപ്പിക്കും.
അതുപോലെ തന്നെ പ്രധാനമാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചുള്ള ആ സീറ്റ് ദുഷ്കരമാണ് ഇനി അങ്ങോട്ട് നിലനിർത്താനായിട്ട്. പ്രത്യേകിച്ച് BJPയുടെ പ്രാബല്യം വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അവർ പിടിക്കുന്ന വോട്ട് ആരെ കൂടുതൽ ബാധിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. BJPക്ക് ജയസാധ്യത കുറവാണ്, എന്നാലും കേരളത്തിലെ ഒരു വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള മണ്ഡലമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. സുരേന്ദ്രൻ ഒരുപക്ഷെ മത്സരിക്കാൻ സാധ്യത കുറവാണ്. അദ്ദേഹം മത്സരിക്കുകയാണെങ്കിൽ അത് മധ്യ കേരളത്തിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിലായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ ശ്രീകാന്ത് വരാനാണ് സാധ്യത കൂടുതൽ കാണുന്നത്. അത് മാത്രമല്ല, അദ്ദേഹം ഭാഷാ ന്യൂനപക്ഷക്കാരൻ ആണ് എന്ന അല്ലെങ്കിൽ ആ വിഭാഗത്തിൽപ്പെട്ട ഒരാളെ കൊണ്ടുവരാനുള്ള സാധ്യതയാണ് കൂടുതൽ BJPയെ സംബന്ധിച്ചിടത്തോളം. അതേ സമയത്ത് തന്നെ കോൺഗ്രസ് ഒരു ശക്തനായ സ്ഥാനാർത്ഥിയെ അവിടെ അവതരിപ്പിക്കുകയാണെങ്കിൽ വളരെ കടുത്ത മത്സരം ഉണ്ടാകും. CPMനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പഴയ ജില്ലാ സെക്രട്ടറി സതീഷ് ചന്ദ്രനോ മറ്റോ സ്ഥാനാർത്ഥിയാകാനാണ് കൂടുതൽ സാധ്യതയെന്ന് തോന്നുന്നു. ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് ജയശങ്കറിനൊരു പേര് മനസ്സിൽ തെളിയുന്നില്ല. അല്ല, കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള അതിൻ്റെ അതൊരു ബുദ്ധിമുട്ടുള്ളതെന്ന് വെച്ചാൽ കോൺഗ്രസിലെ ഈ സാമുദായിക സമവാക്യങ്ങളൊക്കെ വളരെ പ്രധാനമാണ്. ആ മുസ്ലിം സമുദായത്തിൽ നിന്ന് കോൺഗ്രസ് 2 സീറ്റാണ് കൊടുക്കുക. അതിപ്പോൾ 2 സീറ്റ് കൊടുക്കുമ്പോൾ ഒന്ന് തിരുവിതാംകൂർ ഭാഗത്ത്, ഒന്ന് മലബാറിലുമാണ് പണ്ടൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിൽ മാറ്റം വന്നിട്ടുണ്ട്. ഒരു പക്ഷേ കാസർഗോട്ട് മുസ്ലിം സ്ഥാനാർത്ഥി വരികയാണെങ്കിൽ DCC പ്രസിഡന്റ് ഹക്കിം കുന്നിലിനായിരിക്കും കൂടുതൽ സാധ്യത. അതല്ല, ഇതിൻ്റെ ഒരു റൊട്ടേഷൻ തിരിഞ്ഞു വരികയാണെങ്കിൽ മുസ്ലിം സ്ഥാനാർത്ഥി വേറെ ഏതെങ്കിലും മണ്ഡലത്തിൽ അക്കോമഡേറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ മറ്റ് ഒരു സ്ഥാനാർത്ഥിയായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഈ വക ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. കാസർഗോഡ് അങ്ങനെ ആരും ഇഷ്ടപ്പെട്ടു പോകുന്ന ഒരു മണ്ഡലമല്ല. പണ്ട് ഷാഹിദ കമാൽ എന്ന് പറഞ്ഞൊരു സ്ഥാനാർത്ഥിയെ കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്ന്, അല്ല മറ്റേ ചടയമംഗലത്ത് നിന്ന് ഇറക്കുമതി ചെയ്തപോലെ അങ്ങനെ ഇറക്കുമതി സ്ഥാനാർത്ഥികളൊക്കെ വരാം. അവസാനം വരുമ്പോൾ ഏതെങ്കിലും ഒരു വനിതയ്ക്ക് ഈ സീറ്റ് കെട്ടിയേൽപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പല കലാപരിപാടികളും അല്ലെങ്കിൽ അതിക്രമങ്ങളും നടക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അതുകൊണ്ടാണ് കോൺഗ്രസ് അങ്ങനെ ചോദിച്ചു വാങ്ങിക്കാൻ അധികം ആൾക്കാർ ഈ സീറ്റിന് വേണ്ടി ഉണ്ടാകുകയില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഉടനെ സിദ്ദിഖിന് കുറച്ചുകൂടി നല്ലൊരു സീറ്റാണ് അദ്ദേഹത്തിന് ആഗ്രഹിച്ചതും അദ്ദേഹം അർഹിച്ചതും. പക്ഷേ അദ്ദേഹത്തിന് അവസാനം കാസർഗോഡാണ് കിട്ടിയത്. എന്ന് പറഞ്ഞ പോലെ ഇത്തവണയും ഇത് ആർക്കെങ്കിലും അടിച്ചേൽപ്പിക്കാനോ അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത ഏതെങ്കിലും സ്ഥാനാർത്ഥി അവിടെ അവതരിപ്പിക്കാനോ സാധ്യത വളരെ കൂടുതലാണ്. നേരെ മറിച്ച് കോൺഗ്രസ് ശക്തനായ കുറച്ചുകൂടി ചെറുപ്പക്കാരനായ ഒരു സ്ഥാനാർത്ഥി അവിടെ അവതരിപ്പിക്കുകയാണെങ്കിൽ കോൺഗ്രസിന് ജയസാധ്യത ഉള്ളൊരു മണ്ഡലം തന്നെയാണ്. കോൺഗ്രസിൻ്റെ പൊട്ടൻഷ്യൽ അവർ ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ നിലയിൽ വളരെ സങ്കീർണമാണ്. വിജയസാധ്യത ഉള്ളപ്പോഴും ആളുകൾ പോകാൻ മടിക്കുന്ന, മത്സരിക്കാൻ മടിക്കുന്നു എന്നാണ് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നം. മുൻപ് അത്തരം അനുഭവങ്ങൾ ഉള്ളതുകൊണ്ടുകൂടിയാണ് അത് ഓർത്തു പറയാൻ ജയശങ്കറിനെ പ്രേരിപ്പിച്ചത്. ശ്രീ സജീവൻ, ഇപ്പോൾ ഹക്കിം കുന്നിൽ, അതുപോലെ തന്നെ ശ്രീകാന്ത്, KP സതീഷ് ചന്ദ്രൻ, ഇതാണ് കാസർഗോഡിൻ്റെ കാര്യത്തിൽ ശ്രീ ജയശങ്കറിൻ്റെ ഒരു സജഷൻ അല്ലെങ്കിൽ പ്രതീക്ഷകൾ. ഇവരാകും സ്ഥാനാർത്ഥികൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു സാധ്യത ജയശങ്കർ പറഞ്ഞതിലൊരു യുക്തിയുണ്ട്. കാരണം കരുണാകരൻ എന്തായാലും മത്സരിപ്പിക്കാൻ CPM തയ്യാറാവുമെന്ന് തോന്നുന്നില്ല. കാരണം കരുണാകരൻ 2 കാര്യമുണ്ട്. കഴിഞ്ഞ 2014 അദ്ദേഹം മത്സരിക്കുമ്പോൾ പോലും ഈ അനാരോഗ്യത്തിൻ്റെ പ്രശ്നം വലുതായിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിന് വളരെ സജീവമായിട്ട് മണ്ഡലത്തിൽ നിൽക്കാനൊന്നും കഴിഞ്ഞിരുന്നില്ല. CPMന് വളരെയധികം ശക്തിയുള്ള ഒരു വടക്കൻ പ്രദേശം, വടക്കൻ മണ്ഡലങ്ങൾ, അതിൻ്റെ സ്വാധീനത്തിലാണ് അവിടെ CPM ജയിച്ചു പോയിരുന്നത്. അത് വെച്ചുകൊണ്ടാണ് കഴിഞ്ഞ തവണ പോലും കരുണാകരൻ അവിടെ മത്സരിച്ചും ഒരു പരിധി ജയിച്ചു പോയതും. കാരണം ജയിച്ചു പോവുക എന്ന് പറയുന്നൊരു പ്രധാന ഘടകമായിരുന്നു. അവിടെ സിദ്ദിഖിൻ്റെ ഒരു സ്ഥാനാർത്ഥിത്വവും അതോടൊപ്പം UDFിൻ്റെ കുറേ കൂടി ശക്തമായൊരു സാന്നിധ്യം, അവരുടെ ശക്തമായൊരു മത്സരത്തിൽ ഇറങ്ങലും ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഫലം മറ്റൊരു രീതിയിലാവാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കരുണാകരനെ മാറ്റും, അതിന് പകരം സതീഷ് ചന്ദ്രനാവും എന്നുള്ളത് ഏതാണ്ട് കുറച്ച് കാലമായിട്ട് പറഞ്ഞു കേൾക്കുന്ന ഒന്നാണ്. അതല്ലാതെ ഇപ്പം മറ്റുള്ള ആരെങ്കിലും അവിടേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യത, പി ജയരാജനെ പോലെ ഒരാളിൽ നിന്ന് അവിടെ കൊണ്ടുപോകാനുള്ള സാധ്യത വളരെ കുറവാണ്. കുറേ കൂടി നല്ല സ്വാധീനം, മണ്ഡലത്തിൽ നല്ല സ്വാധീനമുള്ള ആളാണ് സതീഷ് ചന്ദ്രൻ. രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് കേരളത്തിലെ മറ്റ് 19 മണ്ഡലങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറേ സെൻസിറ്റീവായിട്ടുള്ള ഒരു മണ്ഡലമാണ് ഈ കാസർഗോഡ്. വളരെ സെൻസിറ്റീവാണ്. ഇത് സാമുദായികമായിട്ട് സെൻസിറ്റീവാണ്. എന്തുകൊണ്ടാണ് അവിടെ പലപ്പോഴും LDF ജയിക്കുന്നത്, CPM ജയിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഏറ്റവും വലിയ കാരണം അത് ഈ സാമുദായിക പ്രശ്നമാണ്. CPMൻ്റെ അകത്ത് സാമുദായികതയല്ല. അവിടെ BJP ഒരിക്കലും ശക്തമായിട്ടുള്ളൊരു പിടി മുറുക്കാതിരിക്കാൻ അറിയാതെ കുറേ ന്യൂനപക്ഷ വോട്ടുകൾ ഇപ്പുറത്തേ പോകുന്നൊരിതുണ്ട്. അല്ലാതെ CPMന് വളരെ പ്രബലമായ ശക്തി കേന്ദ്രമൊന്നുമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തിയാണ്. എന്നാൽ പോലും അവർക്ക് ഉറച്ച മണ്ഡലം എന്ന രീതിയിൽ പറയാൻ പറ്റുന്ന ഒന്നുമില്ല. വടകര പോലെ ഒരു മണ്ഡലമൊന്നും ആയിരുന്നില്ല അത്. കാരണം
അപ്പം അങ്ങനെയുള്ളൊരു മണ്ഡലത്തിൽ പണ്ട് രാമറൈ ഒരു ഭാഷാ ന്യൂനപക്ഷത്തിൻ്റെ ഒരു പ്രശ്നം തുളു കന്നഡ മേഖലയിലുള്ള താല്പര്യത്തിൻ്റെ പേരിലാണ് രാമറയും രാമണ്ണറയോടെ ഈ വളരെ തുല്യശക്തികളായിട്ട് പലപ്പോഴും മത്സരിച്ച് ജയിക്കുകയും തോൽക്കുകയും ചെയ്തിരുന്നത്. അപ്പം അതൊന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സാധ്യത വെച്ചുകൊണ്ടാണ് ഈ ഹക്കീമിൻ്റെ പേര് ഇവിടെ ഈ UDF ഭാഗത്തുണ്ടാവുന്നത്. കഴിഞ്ഞ തവണയും ഈ പരിഗണന, കഴിഞ്ഞതിന് മുമ്പത്തെ തവണയും അതിന് കഴിഞ്ഞ തവണയും ഇതേ പരിഗണന വെച്ചാണ് ഷാഹിദ കമാലിനെയും സിദ്ദിഖിനെയും അവിടെ നിർത്തിയിരുന്നത്. പക്ഷേ ഷാഹിദ കമാലിന് സ്വാഭാവികം അറിയാതെ അവസാന വട്ടം വന്നു ചാടിയൊരു സ്ഥാനാർത്ഥിയായിരുന്നു. അതിന് പകരം കഴിഞ്ഞ തവണ UDF നിർത്തിയപ്പോൾ സിദ്ദിഖിൻ്റെ നിർത്തിയ സമയത്ത് അത് യുക്തമായ ശരിയായ ഒരു തീരുമാനമായിരുന്നു. പക്ഷേ അവിടെ കുറേ കൂടി ശക്തമായ രൂപത്തിലുള്ള ഒരു പ്രവർത്തനം, തെരഞ്ഞെടുപ്പ് പ്രവർത്തനം UDF ഭാഗത്തുണ്ടായില്ല, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായില്ല. ആ ഒരു പരാജയമാണെന്ന് ഒരു പ്രാദേശികമായൊരു മുസ്ലിം കാൻഡിഡേറ്റിന്റെ സാധ്യത എന്നാണ് പറയുന്നത്. അല്ല, ഇതിനകത്ത് BJPയെ സംബന്ധിച്ചിടത്തോളം സുരേന്ദ്രന്റെ സാധ്യത വളരെ കുറവായതുകൊണ്ട് ശ്രീകാന്ത് ആയിരിക്കാനാണ് സാധ്യത. ജയശങ്കർ പറഞ്ഞൊരു കാര്യമുണ്ട്, മധ്യ കേരളത്തിലെ ഒരു സീറ്റ്, അതെ, തൃശൂർ മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നിങ്ങനെ കേൾക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നേരിട്ട് മത്സരം എത്രയോ വർഷങ്ങളായിട്ട് നടക്കുന്ന CPM-ഉം കോൺഗ്രസും തമ്മിലാണ്. അവിടെ CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ട്, പ്രേക്ഷകർ തന്നെ ആലോചിക്കുന്നുണ്ടാകും, എന്തുകൊണ്ട് പ്രത്യേകിച്ചും വടക്കുള്ളവരല്ല തെക്കുള്ളവർ ആലോചിക്കും, എന്തുകൊണ്ട് MV ഗോവിന്ദന്റെ പേര് പറയുന്നു, അതുപോലെ തന്നെ P ജയരാജന്റെ. അവിടെയുള്ള മണ്ഡലങ്ങളുടെ കാര്യം നോക്കുമ്പോൾ വടക്കേ അറ്റത്തുള്ള ഇപ്പോൾ മഞ്ചേശ്വരം, കാസർഗോഡ് തുടങ്ങിയ മണ്ഡലങ്ങളിൽ CPM-ന് വലിയ സ്വാധീനമില്ല, അല്ലെങ്കിൽ അവിടെ വോട്ട് കുറവാണ്. അവിടെ നിന്ന് തെക്കോട്ട് മാറുമ്പോഴുള്ള മണ്ഡലങ്ങളുടെ ഭൂരിപക്ഷം കൊണ്ട്, പ്രത്യേകിച്ചും കണ്ണൂർ മണ്ഡലങ്ങളുടെ ഭൂരിപക്ഷങ്ങൾ കൊണ്ടാണ് CPM വിജയിക്കേണ്ടത്. അതെ, ഉദുമ, തൃക്കരിപ്പൂര്, അതുപോലെ തന്നെ പയ്യന്നൂര്, കല്യാശ്ശേരി, അതുകൊണ്ടാണ് ജയിക്കേണ്ടത്. സ്വാഭാവികമായിട്ടും കണ്ണൂർ പാർട്ടിക്ക് ഈ കാര്യത്തിൽ ഒരു സേ ഉണ്ടാകും എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇനി കോൺഗ്രസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നേരത്തെ ശ്രീ ജയശങ്കർ ആ കാര്യത്തെക്കുറിച്ചൊന്ന് സൂചിപ്പിച്ചു. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ഒരു സേ ഉണ്ട് എന്ന് പറയുമ്പോൾ സതീഷ് ചന്ദ്രനേക്കാൾ മികച്ച സ്ഥാനാർത്ഥിയാവുക കണ്ണൂരിൽ നിന്ന് വരുന്ന സ്ഥാനാർത്ഥിയാവുന്ന സാധ്യതയുണ്ട്. ഒരു കാര്യം കൂടി ഉണ്ട്. കാരണം P കരുണാകരൻ CPM-ന്റെ ലോക്സഭാ കക്ഷി നേതാവാണ്. അപ്പോൾ ലോക്സഭാ കക്ഷി നേതാവ് മാറുമ്പോൾ കണ്ണൂർ അതുപോലൊരു നേതാവിനെ തന്നെ ഒരു പക്ഷേ അവിടെ തന്നെ കൊണ്ടുവരാൻ സാധ്യത. അങ്ങനെയാണെങ്കിലാണ് ഈ അവഗണിക്കാനാവാത്ത ഇക്വേഷൻസ്, സമവാക്യങ്ങൾ. ഇത് CPM-നെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ഇതൊരു ഘടകമാണ്. പക്ഷേ ഇപ്പോൾ KP സതീഷ് ചന്ദ്രന്റെ കാര്യം പറയുമ്പോൾ അദ്ദേഹം നേരത്തെ തൃക്കരിപ്പൂരിൽ നിന്നുള്ള MLA ആയിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ രണ്ടു കൂട്ടർക്കും തുല്യമായി, അദ്ദേഹം ജില്ലാ സെക്രട്ടറി ആയിരുന്നു കണ്ണൂർ, എങ്കിൽ പോലും തൃക്കരിപ്പൂർ, അതായത് CPM-ന് നിർണായകമായ ശക്തിയുള്ള തൃക്കരിപ്പൂരിൽ നിന്നുള്ള MLA ആയിരുന്നു. അതൊക്കെ പരിഗണിച്ച് ആ ഒരു പേരിലേക്ക് വരാം. കോൺഗ്രസിന്റെ കാര്യം പറയുകയാണെങ്കിൽ 2 മുസ്ലിം കാൻഡിഡേറ്റ്സിനാണ് സാധാരണ കോൺഗ്രസ് അവസരം കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിലെ ഒരു അലിഖിത ഒരു ചട്ടം എന്ന് പറയുന്നത്, ഒന്ന് ഒരു മുസ്ലിമിന് ജയിക്കുന്ന ഒരു മണ്ഡലവും സാധ്യതയുള്ള ഒരു മണ്ഡലവും, ഒന്ന് മറ്റൊരു മണ്ഡലവും. അങ്ങനെയാണ് കാസർഗോഡ് പലപ്പോഴായിട്ട് സിദ്ദിഖ്, അതുപോലെ തന്നെ ഷാഹിദ കമാൽ, അതിനു മുമ്പ് NA മുഹമ്മദ്, ഇങ്ങനെ പലരും വന്ന് മത്സരിച്ചു പോയി. എന്നാൽ MI ഷാനവാസിന് വയനാട് പോലുള്ള ഉറച്ച സീറ്റ് കൊടുക്കുകയും ചെയ്തു. ഇത്തവണ അവരുടെ നമ്പർ 1 സീറ്റ്. ഇത്തവണയും അത്തരത്തിലൊരു അത് ജയിക്കുന്നത്, ഇപ്പോൾ വയനാട് ജയിക്കുന്നത് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കാസർഗോഡോ അങ്ങനെ ഏതെങ്കിലും മണ്ഡലത്തിലേക്ക് വീണ്ടും ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥികൾ വരാനുള്ള സാധ്യതയാണ്. വയനാട് ഇത്തവണ ഏറ്റവും വലിയ തർക്കഭൂമിയാവാൻ പോകും. ഉറപ്പായിട്ടും ഉണ്ടാവും. അതൊരു ഓപ്പൺ കോട്ടയിൽ കിടക്കുകയാണ്. അതെ, അതൊരു ഈ പറഞ്ഞ പോലെ എന്ത് തരത്തിലാവും കോൺഗ്രസ് ഇടപെടുക സ്ഥാനാർത്ഥി, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പിന്നാലെ വരാം. ഏതായാലും ഇതിൽ തെളിഞ്ഞൊരു ചിത്രമുണ്ട്. CPM സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ള പരിഗണനയിൽ ഒരു പുതിയ ആളാകും. ആ ആളെ രാഷ്ട്രീയമായി നിർണ്ണയിക്കുമോ, മണ്ഡലത്തിൻ്റെ സമവാക്യങ്ങൾക്കനുസരിച്ച് വരുമോ എന്ന പ്രശ്നം ഒരു ഭാഗത്ത്, അതുപോലെ കോൺഗ്രസിൻ്റെയും BJPയുടെയും സ്ഥാനാർത്ഥി പട്ടികയിൽ വരാവുന്ന സാധ്യതകളും അതിലെ ഏറ്റവും വലിയ പരിഗണനയുമാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കറും സജീവനും രാജീവും ശ്രീലാലുമൊക്കെ സൂചിപ്പിച്ചത്.